എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ വെക്ടേഴ്സിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ദെൻ വെക്ടർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്, അതുപോലെ തന്നെ ഒരു വെക്ടറിനെ പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേംസിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ്. ദി പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് P with respect to a fixed point, say origin, is the vector OP. Thus, we can find a position vector of every point in space. അതായത് സ്പേസിലെ ഒരു പോയിന്റാണ് P. ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റും ആയിരിക്കും. കൺസിഡർ എ പോയിന്റ് P ഇൻ സ്പേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Pക്ക് കറസ്പോണ്ടിങ് ആയി ഒരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിൻ ആയിരിക്കും, ടെർമിനൽ പോയിന്റ് Pയുമായിരിക്കും. Conversely, corresponding to any given vector R, there is a point P such that vector OP equal to vector R. അതായത് ഒരു വെക്ടർ R തന്നിട്ടുണ്ട്. ഏതൊരു വെക്ടർ ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. such that vector OP equal to vector R, where O is the origin. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു പോയിന്റ് ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് തന്ന പോയിന്റും ആയിരിക്കും. അതുപോലെ ഏതൊരു വെക്ടർ ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. such that vector OP equal to vector R. Now, expression of a vector in terms of the position vectors of its endpoints. നമുക്കൊരു വെക്ടറിനെ എങ്ങനെയാണ് പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. Let vector AB be a given vector. Choose any point O as origin. തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. AB എന്ന് പറയുന്ന വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. O എന്ന പോയിന്റ് ഒറിജിനായി നമ്മൾ എടുക്കുന്നു. Let vector A and vector B be the position vectors of the endpoints A and B relative to O. അതായത് എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും ടെർമിനൽ പോയിന്റ് ബിയുമാണ്. നമുക്കറിയാം, ഏതൊരു പോയിന്റിനും കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഹിയർ എ ഈസ് എ പോയിന്റ്, ദെൻ വി ക്യാൻ ഫൈൻഡ് എ പൊസിഷൻ വെക്ടർ. അങ്ങനെയുള്ള പൊസിഷൻ വെക്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എയുമായിരിക്കും. അതുപോലെ ബി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയി പൊസിഷൻ വെക്ടർ ഒ ബി, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനും ടെർമിനൽ പോയിന്റ് ബിയുമായിരിക്കും. ദെൻ വെക്ടർ ഒ എ ഈക്വൽ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ഒ ബി ഈക്വൽ ടു വെക്ടർ ബി. നൗ, by the triangle law of vector addition, vector OA plus vector AB equal to vector OB. നമുക്ക് ട്രയാങ്കിൾ ലോ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം,
ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണ് തന്നിരിക്കുന്ന വെക്റ്റേഴ്സ് എങ്കിൽ ഈ രണ്ട് സൈഡുകളുടെയും സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡായിരിക്കും. പക്ഷേ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ എ ബി ഈക്വൽ ടു വെക്റ്റർ ഒ ബി. Therefore, vector AB equal to vector OB minus vector OA, which is equal to vector B minus vector A. Thus, vector AB equal to position vector of B minus position vector of A. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വെക്ടറിനെ നമുക്ക് പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി position vector of end point minus position vector of starting point. Problem 1. If A, B and C are points whose position vectors are minus 2 into vector A plus 3 into vector B plus 5 into vector C, vector A plus 2 into vector B plus 3 into vector C and 7 into vector A minus vector C respectively, show that A, B and C are collinear. പ്രോബ്ലത്തിൽ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, എ, ബി ആൻഡ് സി. ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. Given position vector of A equal to vector OA equal to minus 2A plus 3B plus 5C. അടുത്തതായി ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് 2 ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് 3 ഇൻറ്റു വെക്റ്റർ സി ആൻഡ് പൊസിഷൻ വെക്റ്റർ ഓഫ് സി ഈക്വൽ ടു വെക്റ്റർ ഒ സി ഈക്വൽ ടു 7 into vector A minus vector C. We have to prove that A, B and C are collinear. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും കൊലീനിയർ പോയിന്റ്സ് ആണെന്ന് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ലെറ്റ് us take vector AB equal to, നമുക്കറിയാം വെക്റ്റർ എ ബി എന്ന് പറയുന്ന വെക്റ്ററെ പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേമിൽ എഴുതുവാൻ നമുക്ക് സാധിക്കും. That means vector OB minus vector OA, which is equal to vector A plus 2 into vector B plus 3 into vector C minus 2 into vector A plus 3 into vector B plus 5 into vector C, which is equal to 3 into vector A minus vector B minus 2 into vector C. Now, വെക്റ്റർ എ സി ഈക്വൽ ടു എ സി എന്ന് പറയുന്ന വെക്ടറിനെയും നമുക്ക് പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേമിൽ എഴുതാൻ സാധിക്കും. അതായത് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ദാറ്റ് മീൻസ് പൊസിഷൻ വെക്ടർ ഓഫ് എൻഡ് പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 7 into vector A minus vector C minus -2 into vector A plus 3 into vector B plus 5 into vector C, which is equal to 9 into vector A minus 3 into vector B minus 6 into vector C. നമുക്ക് ഓരോ ടേമിൽ നിന്നും നമുക്ക് 3 കോമൺ ആയി നമുക്ക് പുറമേക്ക് എടുക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് 3 into vector A minus vector B minus 2 into vector C, which is equal to 3 into vector AB. Since vector AC equal to 3 into vector AB, the vectors vector AB and vector AC are collinear and they have the same initial point. അതായത് നമുക്ക് ഇവിടെ നിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞു വെക്ടർ എ സി ഈക്വൽ ടു 3 ഇൻറ്റു വെക്ടർ എ ബി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കൊലീനിയർ
if there exists a non-zero scalar m such that vector A equal to m into vector B. അതിൻ പ്രകാരം here vector AC equal to 3 into vector AB. Therefore, vector AC and vector AB are collinear. ഒരു കണ്ടീഷൻ കൂടിയുള്ളത് രണ്ട് വെക്ടേഴ്സിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. ഈ രണ്ട് കണ്ടീഷൻസും കൂടി നമുക്ക് ഒരുമിച്ച് പരിഗണിക്കുകയാണെങ്കിൽ we can say that A, B and C are collinear. Next problem. The position vectors of 4 points A, B, C and D are 2 into vector A plus 3 into vector B minus vector C, vector A minus 2 into vector B plus 3 into vector C, 3 into vector A plus 4 into vector B minus 2 into vector C, and vector A minus 6 into vector B plus 6 into vector C respectively. Show that vector AB is parallel to vector CD. നമുക്ക് 4 പോയിന്റ്സിന്റെ പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് തന്നിരിക്കുന്നു. We have to prove that vector AB and vector CD are parallel vectors. അതിനുവേണ്ടി ആദ്യമായി തന്നിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് എഴുതി വയ്ക്കാം. Given position vector of A equal to vector OA equal to 2A plus 3B minus C. Position vector of B equal to vector OB equal to A minus 2B plus 3C. Position vector of C equal to vector OC equal to 3A plus 4B minus 2C. And position vector of D equal to vector OD equal to A minus 6B plus 6C. Now, vector AB equal to vector AB എന്ന വെക്ടറെ നമുക്ക് പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. which is equal to vector OB minus vector OA. That means vector A minus 2 into vector B plus 3 into vector C minus 2 into vector A plus 3 into vector B minus vector C equal to minus vector A minus 5 into vector B plus 4 into vector. Now vector CD equal to vector OD minus vector OC, which is equal to vector A minus 6 into vector B plus 6 into vector C minus 3 into vector A plus 4 into vector B minus 2 into vector C, which is equal to minus 2 into vector A minus 10 into vector B plus 8 into vector C. നമുക്ക് 2 എന്ന നമ്പർ ഓരോ ടേമിലും ഉള്ളതിനാൽ 2 കോമൺ ആയി നമുക്ക് പുറമേക്ക് എടുക്കാൻ സാധിക്കും. Then 2 into minus vector A minus 5 into vector B plus 4 into vector C, which is equal to 2 into vector AB. Since vector CD equal to 2 into vector AB, the vector AB is parallel to vector CD. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി വൺ വെക്ടർ ഈക്വൽ ടു സം സ്കേലാർ ഇൻറ്റു അനദർ വെക്ടർ എന്ന് കാണിച്ചാൽ മതിയാകും. ഹിയർ വെക്ടർ CD equal to 2 into vector AB. Therefore, we can say that vector AB and vector CD are parallel vectors.